ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മിഡ് നൈറ്റ് മാസ് എന്ന വെബ് സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിനു മുൻപുള്ള എപ്പിസോഡ്സ് കാണാത്തവർ ആദ്യം അത് പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. സോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണൂ. യു ആർ വാച്ചിങ് എക്സ്പ്ലനേഷൻ ഫയൽസ്. എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ ചർച്ചിലുള്ള എല്ലാവരും ലിസയുടെ അസുഖങ്ങൾ ഭേദമായി അവൾ നടക്കാൻ തുടങ്ങിയത് കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ്. അവിടെ വന്നവരെല്ലാം അത് ഫാദറിന്റെ അത്ഭുത ശക്തിയാണെന്ന് വിശ്വസിച്ചു. പെട്ടെന്ന് ഫാദർ അവിടെ നിന്നും പുറത്തേക്ക് ഓടിപ്പോവുകയാണ്. എന്താണ് കാരണമെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ഫാദറിന്റെ പിറകെ ഓടിപ്പോവുകയാണ് ബേവ് എന്ന ലേഡി. വീട്ടിലേക്ക് എത്തിയതും ഫാദർ വാഷ് ബേസിനിലേക്ക് രക്തം ഛർദ്ദിക്കുകയാണ്. പിറകെ വന്ന ബേവ് ഇതെല്ലാം കാണുന്നു. ഫാദർ, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ വല്ല സഹായവും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ് ബേവ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ബേവിനോട് പറയുകയാണ് ഫാദർ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ അത്ഭുതമെന്ന പോലെ ഒരിക്കലും നടക്കാൻ സാധിക്കില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്ന ലിസ നടന്നു വരുന്നത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ഡോക്ടർ സാറ. ലിസയെ ചെക്ക് ചെയ്ത ശേഷം ഇവൾക്ക് ഇനി മുതൽ നടക്കാനാവും, കാലിനൊരു പ്രശ്നവും കാണുന്നില്ല എന്ന് ഒരു അത്ഭുതത്തോടെ പറയുകയാണ് സാറ. ഈ സമയം സാറയുടെ വീട്ടിലെ മുകളിലത്തെ നിലയിൽ നിന്നും ഒരു ശബ്ദം കേട്ട് അങ്ങോട്ട് പോയി നോക്കിയ സാറ കാണുന്നത് വയ്യാതെ കിടന്നിരുന്ന അമ്മ സ്റ്റെപ്പ് കയറി മുകളിലത്തെ നിലയിൽ എത്തി നിൽക്കുന്നതാണ്. അമ്മ, നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റെപ്പ് കയറാനായത്? പരിക്ക് പറ്റി കിടക്കുകയായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് സാറ. എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. എൻ്റെ പഴയ ശക്തിയെല്ലാം തിരിച്ചു കിട്ടിയതുപോലെ ഇപ്പോൾ നന്നായി കാണാനും സാധിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന് പറയുകയാണ് അവർ. അടുത്ത ദിവസം ലിസ സ്കൂളിലേക്ക് നടന്നു പോവുകയാണ്. ഇത് കാണുന്ന ആ നാട്ടിലുള്ളവരെല്ലാം സന്തോഷത്തോടെയും ആശ്ചര്യത്തോടെയും അത് നോക്കി നിൽക്കുന്നു. ഇതിനകം തന്നെ പുതിയതായി വന്ന ഫാദറിന്റെ അത്ഭുത ശക്തി കൊണ്ടാണ് ലിസ സുഖം പ്രാപിച്ചത് എന്ന കാര്യം ദ്വീപ് മുഴുവൻ അറിഞ്ഞിരുന്നു. അവിടെയുള്ളവരെല്ലാം ഫാദറിന്റെ വീട്ടിലേക്ക് പോയി അവരുടെ അസുഖങ്ങൾ മാറ്റിത്തരണമെന്ന് അപേക്ഷിക്കുകയാണ്. എന്നാൽ അവിടെയുണ്ടായിരുന്ന ബേവ് അവരോടെല്ലാം തുടർന്നും ചർച്ചിലേക്ക് വരാനും പ്രാർത്ഥിക്കാനും പറയുന്നു. അതുവഴി നിങ്ങളെ എല്ലാവരുടെയും അസുഖങ്ങളും ഭേദമാവുമെന്ന് പറയുകയാണ്. ദ്വീപിൽ വീണ്ടും ക്രിസ്ത്യൻ മതവിശ്വാസം ശക്തി പ്രാപിക്കുന്നു. ഒരുപാട് ആളുകൾ ചർച്ചിലേക്ക് വരാനും പ്രാർത്ഥിക്കാനും ആരംഭിക്കുകയാണ്. അവിടെ വരുന്ന ഓരോരുത്തരുടെയും അസുഖങ്ങൾ പതിയെ മാറാനും ആരംഭിക്കുന്നു. ചർച്ചിലേക്ക് വരുന്നവർക്ക് കുടിക്കാനായി നൽകുന്ന വൈനിൽ ഫാദർ എന്തോ ഒരു വസ്തു കലക്കിയതിനു ശേഷമാണ് അവിടെ വരുന്നവർക്ക് കുടിക്കാനായി നൽകുന്നതെന്ന് കാണിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനകൾ ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കിടയിൽ ഫാദർ ബോധം കെട്ട് താഴെ വീഴുന്നു. അവിടെ എത്തുന്ന ഡോക്ടർ സാറ ഫാദറിനെ പരിശോധിക്കുകയും അത് വെറും വൈറൽ ഫീവർ മാത്രമാണ്, റെസ്റ്റ് എടുത്താൽ മതി, എല്ലാം ഓക്കെ ആവുമെന്ന് പറഞ്ഞു വിടുന്നു. ലിസ അവിടെയുള്ള ഡ്രങ്കാർഡായ വ്യക്തിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അയാൾ കാരണമാണ് ലിസയ്ക്ക് കാലിന് പരിക്ക് പറ്റിയതും നടക്കാനാവാതിരുന്നതും. എനിക്കിപ്പോൾ നടക്കാൻ യാതൊരു കുഴപ്പവുമില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത തെറ്റ് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി എന്നെ കാണുമ്പോൾ മറിഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് ലിസ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ഷെരീഫ് അയാളുടെ മുസ്ലിമായ മകൻ ബൈബിൾ പഠിക്കുന്നുണ്ട് എന്ന കാര്യം അറിഞ്ഞ് ബാഗ് പരിശോധിക്കുമ്പോൾ മകന്റെ ബാഗിൽ നിന്നും ഒരു ബൈബിൾ ലഭിക്കുന്നു. ഇതേക്കുറിച്ച് സംസാരിക്കാനായി സ്കൂളിലേക്ക് പോവുകയാണ് ഷെരീഫ്. ഞാൻ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ മകനെ നിങ്ങൾ ബൈബിൾ പഠിപ്പിക്കാൻ നിർബന്ധിക്കേണ്ടതില്ല എന്നെല്ലാം ദേഷ്യത്തോടെ പറയുകയാണ് ഷെരീഫ്. എന്നാൽ സ്കൂളിൻ്റെ ഇൻചാർജായിരുന്ന ബേവ്, ഇവിടെ പഠിക്കാനായി വരുന്ന കുട്ടികൾക്കെല്ലാം ഞങ്ങൾ ബൈബിൾ നൽകും. അവൻ ഇഷ്ടമുണ്ടെങ്കിൽ അത് വായിക്കട്ടെ, അവന് താല്പര്യമില്ലെങ്കിൽ അത് തിരിച്ചേൽപ്പിച്ചു കൊള്ളുമെന്ന് പറയുകയാണ്. അവിടെ നിന്നും ദേഷ്യത്തിൽ എണീറ്റ് പോകുന്ന ഷെരീഫ് വീട്ടിലെത്തി അയാളുടെ മകനുമായി ഇതേക്കുറിച്ച് സംസാരിക്കുന്നു. അച്ഛാ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ചർച്ചിലേക്ക് പോകുന്നുണ്ട്, ഞാനും പൊക്കോട്ടെ എന്നെല്ലാം പറയുകയാണ് ഷെരീഫിൻ്റെ മകൻ. നീ എന്തിനു വേണ്ടിയാണ് ചർച്ചിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുകയാണ് ഷെരീഫ്. ഒരിക്കലും നടക്കാൻ സാധിക്കില്ല എന്ന് കരുതിയ ലിസ അവളുടെ അസുഖമെല്ലാം മാറി നടക്കാൻ ആരംഭിച്ചു. അവരുടെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെയല്ലേ അങ്ങനെ സംഭവിച്ചത് എന്ന് പറയുകയാണ് ഷെരീഫിൻ്റെ മകൻ. മോനെ, അത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടൊന്നുമല്ല, അതെല്ലാം പ്രകൃതിദത്തമായി നടക്കുന്ന ഒരു മെഡിക്കൽ മിറാക്കിൾ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിന്റെ അമ്മയുടെ അസുഖം ഭേദമാവാതിരുന്നത്? നമ്മളും ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിച്ചതല്ലേ അവളുടെ ക്യാൻസർ ഭേദമാവാൻ വേണ്ടി എന്ന് പറയുകയാണ് ഷെരീഫ്.
ദൈവത്തിൻ്റെ ശക്തി കൊണ്ടല്ല നമ്മളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും നമ്മളെ നല്ലവരാക്കി മാറ്റാനും വേണ്ടി മാത്രമാണ് ദൈവത്തിൽ വിശ്വസിക്കേണ്ടത്. ഒരു കോൺഫിഡൻസിന് വേണ്ടി. ഏത് വിശ്വാസവും അമിതമായാൽ അത് അന്ധവിശ്വാസമാണ്. അത് നീ മനസ്സിലാക്കണം. ഇങ്ങനെയെല്ലാം സംസാരിച്ച് മകനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഷെരീഫ്. പെട്ടെന്ന് അവരുടെ ജനലിൽ ഒരു ഭീകര രൂപത്തെ കാണുകയാണ്. ഭയന്നുപോയ ഷെരീഫ് അതെന്താണെന്ന് നോക്കുമ്പോഴേക്കും ആ രൂപം എങ്ങോട്ടോ മറിഞ്ഞിരുന്നു. അടുത്ത ദിവസം ദ്വീപിലെ മദ്യപാനിയായ അയാൾ ഫാദറിന്റെയും റെയിലിയുടെയും ഡി അഡിക്ഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായി പോവുകയാണ്. അയാൾ ഇത്രയും നാൾ മദ്യപിക്കാനുള്ള കാരണം ലിസ ആയിരുന്നു. അയാൾ കാരണത്താലാണല്ലോ ആ പെൺകുട്ടിക്ക് അങ്ങനെ സംഭവിച്ചത് എന്ന കുറ്റബോധം കൊണ്ടാണ് അയാൾ മദ്യപിച്ചിരുന്നത്. എന്നാൽ ലിസയ്ക്കിപ്പോൾ ഭേദമായത് കൊണ്ട് തന്നെ ഫാദറിന്റെയും റെയിലിയുടെയും അടുത്ത് വന്ന് മദ്യപാനം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് അയാൾ. ക്ലാസ് കഴിഞ്ഞ ശേഷം റെയിലിയും അയാളും സംസാരിച്ചുകൊണ്ട് ഗ്രാമത്തിലൂടെ നടക്കുകയാണ്. ഈ സമയം അയാൾക്കൊരു സഹോദരിയുള്ള കാര്യവും അവൾ ദ്വീപ് വിട്ട് മെയിൻ ലാൻഡിലേക്ക് പോവുകയും അവിടെ വെച്ച് മരണപ്പെട്ട കാര്യവും പറയുന്നു. എന്നാൽ മരണവാർത്ത അറിഞ്ഞ ശേഷം പോലും അയാൾ സഹോദരിയെ കാണാൻ പോയിരുന്നില്ല. ഈ കാര്യമെല്ലാം റെയിലിയോട് സംസാരിക്കുകയാണ് അയാൾ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ചർച്ചിൽ ബേവും മേയറും ചർച്ചിന്റെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ചാളുകളും സംസാരിച്ചു കൊണ്ടിരിക്കെ അങ്ങോട്ട് ഫാദർ കടന്നു വരുന്നു. എന്നാൽ വായയിൽ നിന്നും ബ്ലഡ് ഒലിപ്പിച്ചുകൊണ്ട് ഫാദർ അവിടെ ബോധം കെട്ട് വീഴുകയാണ്. ഓടിച്ചെന്ന അവർ ഫാദറിനെ പരിശോധിക്കുമ്പോൾ കണ്ണെല്ലാം ചുവന്ന് ജീവനറ്റ് കിടക്കുന്ന ഫാദറിനെയാണ് കാണുന്നത്. ഫാദറിന് എന്താണ് സംഭവിച്ചതെന്ന് ഒന്നും തന്നെ അവർക്ക് മനസ്സിലാവുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന അവരുടെ മുൻപിൽ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ് ഫാദർ. ഇതെല്ലാം കണ്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുന്ന അവിടെയുള്ളവരോടായി കുമ്പസാരക്കൂട്ടിൽ കയറി ഇരുന്ന് തന്റെ കുമ്പസാരം എന്ന പോലെ നടന്ന കാര്യങ്ങളെല്ലാം പറയാനായി നിൽക്കുകയാണ് ഫാദർ. കഥ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ദ്വീപിലുണ്ടായിരുന്ന പഴയ പാസ്റ്റർ ഒരു തീർത്ഥാടനത്തിനായി ഡമാസ്കസിലേക്ക് പോകുന്ന വഴി ഒരു മണൽക്കാറ്റിൽ അകപ്പെടുകയാണ്. വേറെ വഴിയില്ലാതെ മണൽക്കാറ്റിൽ നിന്നും രക്ഷ നേടാനായി വൃദ്ധനായ പാസ്റ്റർ അവിടെയുണ്ടായിരുന്ന ഒരു പഴയ ഗുഹയിലേക്ക് കയറിയിരിക്കുന്നു. എല്ലാം ശാന്തമാവുന്നവരെ അവിടെ ഇരിക്കാൻ പാസ്റ്റർ തീരുമാനിക്കുന്നു. എന്നാൽ ഗുഹയിൽ നിന്നും എന്തോ അനക്കങ്ങൾ കേൾക്കുന്ന ഫാദർ ഒരു തീപ്പെട്ടി കത്തിച്ച് അവിടെയെല്ലാം പരിശോധിക്കുകയാണ്. പെട്ടെന്ന് ഇരുട്ടിൽ നിന്നും വ്യത്യസ്തമായൊരു മോൺസ്റ്റർ പാസ്റ്ററുടെ മുൻപിലേക്ക് വരികയും അയാളെ ആക്രമിക്കുകയും ചെയ്യുന്നു. പാസ്റ്ററെ കടിച്ച് മുറിവേൽപ്പിച്ച ശേഷം ആ മോൺസ്റ്റർ അതിന്റെ രക്തം പാസ്റ്ററെ കൊണ്ട് കുടിപ്പിക്കുകയാണ്. ആക്രമണത്തിൽ ബോധം നഷ്ടപ്പെട്ട പാസ്റ്റർ കുറച്ച് സമയത്തിന് ശേഷം എഴുന്നേൽക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന് വന്ന മാറ്റം കണ്ട് പാസ്റ്റർ തന്നെ അമ്പരക്കുകയാണ്. വൃദ്ധനായിരുന്ന അയാൾ ഇപ്പോൾ ഒരു യുവാവായി മാറിയിരിക്കുന്നു. ഇവിടെയാണ് സീരീസിലെ ഒരു ട്വിസ്റ്റ് പുറത്തു വരുന്നത്. എന്താണെന്നാൽ ഇങ്ങനെ യുവാവായി മാറിയ പാസ്റ്റർ തന്നെയാണ് ക്ലീൻ ഷേവെല്ലാം ചെയ്ത് പുതിയ ഫാദർ ആണെന്നുള്ള രൂപേണ ദ്വീപിലേക്ക് എത്തിയത്. ഇതെല്ലാം അവിടെ കൂടിയ കുറച്ച് ആളുകൾക്ക് മുൻപിൽ തന്റെ കുമ്പസാരമായി ഏറ്റുപറയുകയാണ് ഫാദർ. സോ നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന യുവാവായ ആ പാസ്റ്റർ തന്നെയാണ് 80-90 വയസ്സുള്ള കാണാതായ പഴയ പാസ്റ്റർ. മോൺസ്റ്ററിന്റെ രക്തം കുടിച്ചതിനാൽ പാസ്റ്ററുടെ അസുഖമെല്ലാം മാറി ഒരു യുവാവായി മാറുന്നു. എന്നാൽ ആ മോൺസ്റ്ററിന്റെ രക്തം ഇപ്പോൾ ഫാദറിന്റെ രക്തത്തിലും കലർന്നിട്ടുണ്ട്. ഫാദർ എന്താണ് ചെയ്യുന്നതെന്നാൽ അയാളുടെ രക്തം ചർച്ചിൽ പ്രാർത്ഥിക്കാനായി വരുന്ന ആളുകൾക്ക് കുടിക്കാൻ നൽകുന്ന വൈനിൽ കലർത്തുന്നു. ആ വൈൻ ആളുകൾ കുടിച്ചത് കൊണ്ടാണ് അവരുടെ അസുഖങ്ങൾ മാറിയത്. ലിസ എണീറ്റ് നടന്നതും സാറയുടെ അമ്മയുടെ അസുഖങ്ങൾ മാറിയതും എല്ലാത്തിനും കാരണം ഇത് തന്നെയാണ്. അതുകൂടാതെ ഫാദറിന്റെ കൂടെ ആ മോൺസ്റ്ററും ഈ ദ്വീപിലേക്ക് വന്നിരുന്നു. അതാണ് അവിടെയുള്ള പൂച്ചകളെയെല്ലാം കൊന്നുകളഞ്ഞതും. അർദ്ധരാത്രിയിൽ ആളുകൾ കാണുന്ന വിചിത്ര രൂപവും മോൺസ്റ്റർ തന്നെയാണ്. എന്നാൽ ഫാദർ വിശ്വസിക്കുന്നത് അതൊരു ഏഞ്ചൽ ആണെന്നാണ്. ഈ സംഭവിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഒരു ദൈവിക ദാനമാണെന്ന് ഫാദർ വിശ്വസിക്കുന്നു. എന്താണെന്നാൽ അതിൻ്റെ രക്തം കാരണത്താലാണ് അവിടെയുള്ള ആളുകളുടെയെല്ലാം അസുഖങ്ങൾ മാറിയതും അത്ഭുതങ്ങൾ നടക്കാൻ ആരംഭിച്ചതും. ഫാദറിൻ്റെ ഈ ഏറ്റുപറച്ചിൽ കേട്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് ബേബും മേയറും ദ്വീപിലെ കുറച്ച് ആളുകളും. ഇങ്ങനെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ഇനി എന്തെല്ലാമാവും നടക്കുക, യഥാർത്ഥത്തിൽ ആ മോൺസ്റ്ററുടെ ഉദ്ദേശം എന്താവും, അടുത്ത എപ്പിസോഡുകളിൽ കാണാമെന്ന് പ്രതീക്ഷിക്കാം. ബൈ ബൈ.